തൗഹീദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഈ ഉണ്ടോന്നുള്ളത് ആണുങ്ങളോട് ചോദിച്ചണ്ടേ? കുഞ്ഞാടാളെ മുന്നിൽ കുത്തിർത്തിയിട്ടാ ഈ ചോദ്യം. അപ്പുറത്ത് നമ്മള് പ്രസംഗം കേൾക്കുമ്പോ ചെന്നുകാണ്ട് ഉണ്ട് ഇഞ്ചേക്കണ്ട ക്ലിപ്പ് പറഞ്ഞാൽ റൗഡിയാളെ ഇറക്കല്ലേ, പിന്നെ എങ്ങനെയത് നടക്കുക? അപ്പൊ മര്യാദക്ക് പോയാ മതി ചങ്ങായിമാരെ. നിങ്ങൾ നോക്ക്, ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഈ ചോദ്യം റോട്ടുമ വന്ന് ചോദിക്കുമ്പോ നമ്മളെ കയ്യിലുണ്ട് മാന്യ തെളിവ് കാട്ടിക്കൊടുക്കാൻ അവസരം തരണ്ടേ? അതിനൊരു മുഖാമുഖം മുജാഹിദ് നടത്തിക്കാട്ടി തരണ്ടേ? ഇതാണ് അവസ്ഥ. എന്നാ നോക്കിക്കോളി, മുജാഹിദ് പാട്ടപ്പിരിവ് നടത്തുവോ? കേട്ടോളൂ, നമ്മള് ഷാർജ സലഫി, അയാൾക്ക് ഗൾഫിലാ ജോലി. എന്നിട്ടും നോക്കാൻ നിങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് വന്നപ്പോണ്ട് മനുഷ്യന്മാരെ കീസി കൈയിടുക. മുജാഹിദീങ്ങളെ നാട്ടിൽ കൂടെ പാട്ടപ്പിരിവ് ഇങ്ങനെ പായണ് കാണങ്ങൾക്ക്. الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. മുജാഹിദിന്റെ പാട്ടപ്പിരിവുക്ക് പൈസ ഇടുന്ന പോയത്തക്കാരൻ പിരിച്ചോ ഉണ്ടോ ഉണ്ടോ? ദൈവത്തിന്റെ സമ്മാനം ദീനിലെ കരിഞ്ചന്താന്ന് പറ മുജാഹിദേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങൾ ആരേക്കൊന്നും പിരിവെടുക്കണില്ല എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവി പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പറയണ എന്താ പറയാ, ഞങ്ങളെ കയ്യിലുള്ളത് കാതിലുള്ളത് കൗത്തിലുള്ളത് ഇങ്ങനെ എണ്ണി പറയണ്ടി. നമുക്കത് അറിയില്ല. ഒന്ന് നമ്മളെ പെണ്ണുങ്ങളെ മേത്ത ഇല്ല, ആരാന്റെ പെണ്ണുങ്ങളെ മേത്തൊന്നും പോയി പഠിച്ചാലും പറ്റൂലല്ലോ. ഇതെന്താ വെച്ചാലും മിമ്പർമെന്ന് വാൽക്കണിക്ക് നല്ല സൂട്ട്, അതൊക്കെ കാണാപ്പാടം പഠിച്ച കുത്തുബ തീരുമ്പോത്തിന്. അങ്ങനെ മുജാഹിദ് മൗലവി പറയാണ്, എന്താ പറയുന്നത്, നിങ്ങളെ കയ്യുമുള്ള ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഊരിങ്ങാണ്ട് ബക്കറ്റിലിട്ട് പോയിക്കോളിയും. എന്നിട്ട് മൗലവി പറയാ, സ്വർണമാണോ സ്വർഗമാണോ എന്ന് ആലോചിച്ചോളീല്ലേ. മുടിയല്ല കച്ചവടാക്കണ, അള്ളാന്റെ സ്വർഗം തന്നെയാ. കേട്ടോളി. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ 2 പവൻ 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. അതല്ല ആലോചിക്കേണ്ടത്, ഇത് അള്ളാന്റെ ദീനിലെ സമ്മാന കള്ളക്കടത്താന്ന് ആലോചിച്ചോ മുസ്ലിമേ? നിങ്ങൾ ആലോചിച്ചോക്ക്. പണ്ഡിത വിരോധം തീർക്കാൻ ഇനി മുജാഹിദ് നമ്മൾ നന്നായി പിരിച്ചലുണ്ട്. റമളാൻ മാസം 30 ദിവസം ബേലറിയും, ബേലിന് നന്നായി പിരിച്ചിട്ട് മദ്രസന്റെയും പള്ളിന്റെയും കടം തീർക്കും. പക്ഷെ പെരുന്നാക്ക് വെറുതെ വിടും. നാ മുജാഹിദിന്റെ പരിപാടിയൊക്കെ ഞങ്ങൾ പെരുന്നാക്കും പെണ്ണുങ്ങളെ വിളിച്ച അന്ന് വല്ല 100 രൂപ ഉണ്ടെങ്കിൽ അതിന് പലവക വാങ്ങി പെരുന്നാൾ അയച്ചോട്ടെ വിചാരിച്ചണ്ടേ. അന്ന് വല്ല മോതിരം ഉണ്ടെങ്കിൽ അതേറ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചണ്ടേ. കണ്ണിച്ചോരല്ലാത്ത പിരിവ്. പെരുന്നാൾ നിസ്കാരത്തിന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കയ്യും കാലും ഊരാ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. കണ്ടങ്ങള് മൊത്തമായും ചില്ലറയായും മൗലവിന്റെ പോക്കറ്റിൽ സ്വർഗ. ഇനിയോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമുദായത്തിന് വേണ്ടി പണം വാങ്ങുന്നത് പരസ്യമായിട്ടാ. എന്തേ പരസ്യമായി വാങ്ങണത്? ഞങ്ങൾക്ക് ടൗസർ അയച്ചാൻ പറയേണ്ട ആവശ്യമില്ല, കണക്ക് പറയാൻ കഴിയും. 10 പൈസ മർക്കസ്ക്ക് ഒരു 10 രൂപ കൊടുത്തോക്കാണി അവിടെ ചെന്നാ 100 രൂപന്റെ മേനിയ. എങ്ങനെയാ ഉസ്താദ് ഈ 10 രൂപ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നാ നമുക്ക് തോന്നാ. എന്നാ ഈ മുജാഹിദ് കൊണ്ടുപോണ ഈ മുതലൊക്കെ എന്താ കാട്ടുന്നത്? ഹൈറാത്ത് മുണുങ്ങേനല്ലേ മുജാഹിദങ്ങള്. എന്നിട്ട് മുജാഹിദ് മൗലവി പറയാ, വലിയ സംഖ്യങ്ങൾ പോസ്റ്റ് വൈക്ക് അയച്ചെന്നാ മതി, നാട്ടുകാർ അറിയണ്ട, ടൗസർ കഴിച്ചാൻ പറയില്ലേ എന്ന അർത്ഥത്തിൽ. കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. നാട്ടുകാരറിയണ്ട, ടൗസർ കഴിച്ചാൻ പറയും. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതാണ്. കണ്ടങ്ങള് മൗലവി നേരത്തെ പറഞ്ഞ അബ്ബലൊക്കെ അണ്ണാക്ക് കുറച്ചാണ്ട് തിരികെ കൊടുക്കണം എന്നാ. എന്നാ ഞങ്ങൾക്ക് കൈകൊണ്ട് തിരികാൻ മതി, നിങ്ങൾക്ക് JCB കൊണ്ട് മറിച്ചാ തീരും നിങ്ങളെ വീറ. എന്തിന്റെ പേരിലായി തോന്നിവാസം? പണ്ഡിത വിരോധമല്ലേ? എന്നിട്ടോ നിങ്ങൾ നോക്ക്, 1000 രൂപയല്ല പിരിവ്. വെള്ളിയാഴ്ച മിമ്പറയിൽ വെച്ച് മട്ടാഞ്ചേരി അടുത്തുള്ള ഒരു പള്ളിയിൽ 4 മുജാഹിദീങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ മിമ്പറയതാ മലയാള ഖുതുബയിൽ നടത്തി. മിമ്പറയിൽ വെച്ചുകൊണ്ട് പണം പിരിക്കുന്ന മൗലവിയെ കണ്ടോ? 25,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ളൊരു പള്ളി.
കോഴിക്കോട് സിറ്റിയിൽ ഞങ്ങളെ കയ്യിൽ മാത്രം 10ഓളം പള്ളിയുണ്ട്. ആ 10 പള്ളിയിലും വാഹനം പാർക്ക് ചെയ്ത് കോഴിക്കോട്ടങ്ങാടിക്കാർക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. മാവൂർ റോട്ടിലെ മർക്കസ് കോംപ്ലക്സ് പള്ളി അത് കോഴിക്കോടിന്റെ നെഞ്ചാണ്. ആ നെഞ്ചത്തൊന്ന് ചെന്നു നോക്ക്, കോംപ്ലക്സിന്റെ മുറ്റത്ത് പോലും പരന്നിടുകയാണ് ജനം. പാർക്കിങ്ങിന് സൗകര്യമില്ല, വിശ്രമിക്കാൻ സൗകര്യമില്ല. വീണ്ടും വീണ്ടും ജനത്തിരക്ക് അധികരിക്കുന്നു, ജനബാഹുല്യം അധികരിക്കുന്നു. അവിടെ സമുദായത്തിന്റെ സൗകര്യത്തിനൊരു പള്ളി ഉണ്ടാക്കിയാൽ എന്താ മുജാഹിദേ കുഴപ്പം? പണ്ട് ഞങ്ങളവിടെ മർക്കസ് കോംപ്ലക്സ് ഉണ്ടാക്കിയപ്പോ ചിലരൊക്കെ പറഞ്ഞത് അവിടെ എന്താ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് കാര്യം, ദിനേശ് വീടി ചെലവാകും അവിടെ എന്നാണ്. സുബ്ഹാനല്ലാഹ്, കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതോടുകൂടെ ബസ് സ്റ്റാൻഡ് ഒന്നായിട്ട് അതിന്റെ വിറ്റത്തേക്ക്. ഇപ്പൊ കോഴിക്കോട്ടങ്ങാടിയിൽ ആര് ചെന്നിറങ്ങിയാലും കോംപ്ലക്സിന്റെ ബോർഡ് കാണാതെ മടങ്ങി പോരാൻ കഴിയൂല. കണ്ടങ്ങള്. അപ്പൊ സമുദായത്തിൽ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ദീർഘദൃഷ്ടി വേണം. അതാ കാന്തപുരം ഉസ്താദ് ചെയ്യണ്ടേ. പക്ഷെ മട്ടാഞ്ചേരിയിൽ 4 ആൾക്ക് നിക്കരിച്ച മുജാഹിദിന്റെ പിരിവെന്താ പറയുന്നറിയോ? 1000 അല്ല വാങ്ങണത്, ലക്ഷങ്ങളാ വാങ്ങണത്. കേട്ടു. ജുമഅക്ക് വന്ന നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അനുഗ്രഹം? ഈ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ നമുക്കൊരു പള്ളി വേണോ? പള്ളി ഇല്ലേ അവിടെ എന്ന് നമ്മൾ ചോദിക്കും. അവിടെ പള്ളി നിർബന്ധമാണല്ലോ. അതെ, അവിടെ നമുക്കൊരു പള്ളി വേണം. പക്ഷേ അവിടെ നമുക്ക് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം, 3ഓ 4ഓ പ്രവർത്തകർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു പള്ളി നിർബന്ധമാണ്. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്. ആ ലക്ഷങ്ങളിൽ നിന്ന് ഒന്ന് മട്ടന്നൂരിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറുണ്ടോ? സഹോദരിമാരെ, നിങ്ങളുടെ കൈകളിൽ സ്വർണമുണ്ട്. ആ സ്വർണം നിങ്ങൾ മരിച്ചാൽ ആദ്യമായി വസ്ത്രത്തിന് മുമ്പ് ഊരിയെടുക്കുന്നത് ആ സ്വർണമാണ്. ആ സ്വർണം മട്ടന്നൂരിൽ പടച്ചവരെ മാത്രം ആരാധിക്കുന്ന ഇതേപോലെയുള്ള മിമ്പറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? നാം ചിന്തിക്കുക. സാധിക്കുമെങ്കിൽ 1ഓ 2ഓ ഷെയറുകൾ എടുക്കാൻ പറ്റുന്നവർ